ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. മോർണിംഗ് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഞാൻ ഈ ടൈമിലാണ് കേട്ടോ കിച്ചണിൽ ഉണ്ടാവുക. കുക്കിങ്ങിൻ്റെ ഒക്കെ ടൈം ഈ ടൈമാണ്. അതാണ് എന്നും മോർണിംഗ് വ്ളോഗായി പോകുന്നത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഒക്കെ പരിപാടിയാണ് കേട്ടോ. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കയറി പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മൈദൊക്കെ ഫില്ല് ചെയ്ത് വെക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ടിന്നിലേക്ക് ആക്കി വെച്ച് റാക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. അതിൻ്റെയൊക്കെ പരിപാടിയിലാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്താണ് ഞാൻ കിച്ചണിൽ ഉണ്ടാവുക. പിന്നെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചതൊക്കെ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുക കേട്ടോ. അല്ലാതെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കിച്ചണിക്ക് വരുന്ന പതിവ് എനിക്കില്ല കേട്ടോ. ഞാനെന്താ ചെയ്യണത് അതങ്ങ് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അയണിങ്ങിന് അടിക്കുന്ന വെള്ളത്തിൻ്റെയും അതേപോലെ ക്ലീനിങ്ങിനുള്ള സൊല്യൂഷൻ്റെയും സ്പ്രേ ബോട്ടിൽ ഒരേപോലത്തെ ഡ്രൈക്കേൻ്റെ. അപ്പോൾ ഞാൻ മണത്ത് നോക്കിയിരുന്നു ഏതാണെന്ന്. ഇവിടെയാണ് ഇപ്പോൾ അയൺ ബോക്സ് വെക്കാറുള്ളത് കേട്ടോ. അയണിങ് ടേബിൾ മേലെ ഉണ്ടെങ്കിലും അങ്ങോട്ട് കയറാൻ മടിയാണ്. അപ്പോൾ ഇവിടെയാണ് വെച്ചിട്ട് അയൺ ചെയ്യാറുള്ളത്. മോന് നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മക്കൾ എങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ മോന് രാവിലെ തന്നെ എണീറ്റ് വന്നാൽ സ്കൂളിലേക്ക് എന്താ സ്നാക്സ് ഉമ്മാന്നാ ചോദിക്കുക കേട്ടോ. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട് കേട്ടോ. ഞാൻ ബിസ്ക്കറ്റ്സ് ഒന്നും ഇപ്പോൾ കൊടുത്തു വിടാറില്ല കേട്ടോ. സ്നാക്സ് എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെയാണ് കൊടുത്തു വിടുക. അപ്പോൾ അവനൊന്നിപ്പോൾ പൈനാപ്പിളും വാട്ടർ മെലണൊക്കെ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും ഇട്ടിട്ട് കൊടുക്കണം. അതാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഞാൻ സിലിക്കോണിൻ്റെ ഒരു പൗച്ച് വാങ്ങിയത് കേട്ടോ. ഇത് സ്പെറ്റ്സ് വെക്കാനുള്ളൊരു പൗച്ചാണ്. നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ സ്ക്രാച്ച് ആവാതിരിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എന്നോട് സ്ഥിരം സ്പെറ്റ്സ് യൂസ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പവറുള്ളതല്ല കേട്ടോ, വെളിച്ചത്തിൻ്റെ ശക്തി കുറക്കാനാണ്. പക്ഷേ എനിക്ക് മടിയാണ്. പക്ഷേ ഞാൻ ഇതേപോലത്തെ ആക്സസറീസൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ മോന് വെയിറ്റ് വെക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. അവനിങ്ങനെ ഞാൻ പറ്റേ വെയിറ്റ് കുറഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ സൈക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചവിട്ടുന്ന സൈക്കിൾ വേണ്ട, വല്ലാണ്ട് വെയിറ്റ് കുറയണം. അപ്പോൾ മോട്ടോർ സൈക്കിൾ വാങ്ങിത്തരാം, ചാർജ് ചെയ്യുന്ന വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നു. ഒന്നുണ്ടായിരുന്നു, അത് കേടായിട്ടുണ്ട്. അപ്പോൾ 25 കിലോ ആവട്ടെ, അപ്പോൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇത് പിന്നെ കാക്ക ഓൺലൈനിൽ വാങ്ങിയത് കേട്ടോ. 3 in 1 ആയിട്ടുള്ളൊരു ബോട്ടിൽ. ഞാനിത് യൂസ് ചെയ്യാറില്ല കേട്ടോ. മൂപ്പരെന്തോ ഇതിൽ വാങ്ങിയതാണ്. യൂസ് വരികയാണെങ്കിൽ അപ്പോൾ എടുക്കാം. എപ്പോഴും ചെറുത് വാങ്ങി വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആവശ്യം വരാറില്ല. ഞാൻ അത് തന്നെ എടുത്തിട്ട് പോകാറാണ് പതിവ്. TV കാണുന്ന ഭാഗത്ത് സോഫിൻ്റെ അടുത്ത് വെക്കുന്ന ഡസ്റ്റ്ബിനാട്ടോ. അത് മെയിനായിട്ട് അവന് മുട്ടായിൻ്റെ പൊതികളൊക്കെ ഇടാനും അവൻ്റെ കച്ചറ മുച്ചറ സാധനങ്ങളൊക്കെ ഇടാനാണ് കേട്ടോ. എത്ര പറഞ്ഞാലും പകുതി സോഫൻ്റെ അടിയിലേക്ക് ഇടും. എൻ്റെ സമാധാനത്തിന് ഞാനിവിടുന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുക അത്ര മാത്രം. ശരിയായി വരുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ തീരെ എന്താ പറയുക, ആകണ്ട അലങ്കോലപ്പെടുത്തി വരുന്നു. ഇപ്പം അത്ര തന്നെ ഇല്ല. ഭയങ്കരമായിട്ട് ടോയ്സും വലിച്ചിടും. നമ്മളിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് പറഞ്ഞിടത്തൊക്കെ ശരിയാക്കി വരുമ്പോൾ ശരിയാവുമായിരിക്കും കേട്ടോ. മറ്റവർ രണ്ടാളും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അവർ ചുമരിൽ വരയ്ക്കുകയെ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ അല്ലാതെ ഇടുകയൊന്നും ചെയ്യാറില്ലായിരുന്നു. ഇവനങ്ങനെ അല്ലല്ലോ, കുറച്ച് ലേറ്റായിട്ടുണ്ടായതായതുകൊണ്ട് എല്ലാവരും കൂടെ പുഞ്ചിച്ച് ഭയങ്കര ഇതാണ് അവൻ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് സ്ട്രിക്റ്റായിട്ട് പറയാറുമില്ല, അതായിരിക്കും. എന്നാലും ചെടികളൊന്നും നാശാക്കുകയോ അല്ലെങ്കിൽ ചുമരിൽ വരയ്ക്കുകയോ അങ്ങനത്തെ പരിപാടിയൊക്കെ വളരെ കുറവാണ് കേട്ടോ. ചിലപ്പോൾ ചുമരിലൊക്കെ ഒന്ന് വരച്ച് നോക്കും. ചിലപ്പോൾ ഞാൻ അവനെ കൊണ്ട് തന്നെ അത് എറേസ് ചെയ്യിപ്പിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും. അപ്പം പിന്നെ വരക്കുമ്പോൾ അവന് ഓർമ്മ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ കസേരമേലും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ അവന് കുറച്ചാകുമ്പോൾ ശരിയാവുമായിരിക്കും എന്ന് വിചാരിക്കാം. ഡിഷ് വാഷറൊക്കെ ഒന്ന് ലോഡ് ചെയ്തിട്ട് അതാക്കണം. അപ്പോൾ സ്പൂൺ റെസ്റ്റിൽ എന്തോ കച്ചറയായപ്പോൾ ഞാനതൊന്ന് തുടക്കണം കേട്ടോ. ഇതേപോലെ കാണുന്നത് അപ്പം ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കും. അല്ലാത്തപ്പോൾ ഇങ്ങനെ ഡീപ്പായിട്ട് അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം, അങ്ങനെ ഡീപ്പ് ക്ലീൻ മൊത്തത്തിൽ വലിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരാറില്ല കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ കാണുന്നൊക്കെ നന്നാക്കുന്നതുകൊണ്ട്
അതിൻ്റെ ആവശ്യം അങ്ങനെ വരാറില്ല. അപ്പം അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ആവുന്ന ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കും ഞാൻ. ഇപ്പം പിന്നെ എനിക്ക് ക്ലീനിങ്ങിന് ഒരു ലേഡീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, വരുന്നവരൊന്നും എനിക്ക് ശരിയാവാറില്ല, അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്യാറാണെന്ന്. ഇത് അൽഹംദുലില്ലാ കുഴപ്പമില്ല, എൻ്റെ ഒരു ടേസ്റ്റുള്ള ആൾ തന്നെയാണ്, നല്ല ക്ലീനായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ജോലികളൊന്നും ചെയ്യണമെന്നില്ല, പക്ഷെ ചെയ്യുന്നത് രണ്ടാമതൊരു പണി വരാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് ചെയ്യണമെന്നൊരു നിർബന്ധം കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്തില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയില്ല ഞാൻ. എനിക്കത് ഭയങ്കര മടിയാണ്. എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ പിറ്റത്തെ നേരം വിളിക്കൂല, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സന്തോഷത്തോടു കൂടെ അവരോട് പറഞ്ഞയക്കും, പിന്നെ വിളിക്കൂല. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ടൊരു നമുക്കൊരു കമ്മിറ്റ്മെൻ്റായിട്ട് വെക്കാറില്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ സർവൻസിനെ വിളിക്കാറുള്ളൂ, ഇടവിട്ട ദിവസങ്ങൾ, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ വന്നാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിർത്താറുള്ളത്. അല്ലാതെ ഒരു കമ്മിറ്റഡാക്കി വെക്കാറില്ല ഞാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറയാനും ചെയ്യിപ്പിക്കാനൊക്കെ പറ്റുന്നവർക്ക് അതിന് പറ്റുള്ളൂ കേട്ടോ. എന്നെക്കൊണ്ട് അത് സാധിക്കൂല. ഞാൻ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുക കേട്ടോ. അതിനിപ്പോൾ പണിയെടുക്കാൻ വരുന്നവരായാലും ശരി, അല്ലാത്ത ആരെങ്കിലും ആയാലും, എല്ലാവരോടും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ കേട്ടോ. ഒരു ഡിഷ് വാഷർക്കുള്ള സ്പൂണുകളൊക്കെ ഞാൻ അധികം സ്പൂൺ ഉണ്ടെങ്കിൽ ഈ ഒരു ബാസ്ക്കറ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഡിഷ് വാഷറിന് അതിന് ചെറിയൊരു ഏരിയ ഉണ്ട്, അതിൽ വെക്കും കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് ഈ കയ്യിൽ എന്ന് പറയില്ലേ, നമ്മൾ കറി കോരുന്ന തവി എന്ന് പറയും, കയ്യിൽ എന്ന് പറയും, എല്ലാവരും എല്ലാ ഭാഗത്തൊക്കെ ഇങ്ങനെ അറിയില്ല. അതുണ്ടാവുമ്പോൾ ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ കുളത്തിടുമ്പോൾ ചിലപ്പോൾ വൃത്തിയായിരുന്നു വരില്ല, ശരിക്കും വെള്ളം തട്ടൂല കേട്ടോ. അപ്പോൾ പിന്നെ ഈ ബാസ്ക്കറ്റിലാവുമ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഡിഷ് വാഷറൊക്കെ ഓണാക്കാൻ നോക്കിയപ്പോഴാണ് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കറണ്ട് പോയി, ബാക്കിയുള്ളൊക്കെ ഇൻവെർട്ടറാണ്. ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ, ഇങ്ങനത്തെ സംഭവത്തുമൊക്കൊന്നും ഇൻവെർട്ടർ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇപ്പോൾ എപ്പോഴാണ് കറണ്ട് വരികയെന്നറിയില്ല. ഏതായാലും ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോലിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ വരുമ്പോൾ ഓണാക്കിയിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഇല്ലാത്ത പക്ഷം ഞാൻ ചോറ് ഊറ്റാനുള്ള പാത്രം ഇങ്ങോട്ട് എടുത്തതാട്ടോ, കൊളാണ്ടർ. ഇതെനിക്ക് ഐക്യൻ്റെ കൊളാണ്ടറാണ്, ഇത് വൈറ്റ് കളറുമാണ്. ഇത് കഴുകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ഗ്രാജ്വലി ഇങ്ങനെ കളർ മാറി വരും കേട്ടോ. പക്ഷേ ഡിഷ് വാഷറിൽ വെക്കാവുമ്പോൾ എപ്പോഴും അതേ കളർ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇത് ഡിഷ് വാഷറിൽ തന്നെയാണ് വെക്കൽ. ഇനിയിപ്പോൾ കറണ്ട് ഇല്ലാത്ത പക്ഷം എപ്പോഴാണിത് തിരിച്ച് കിട്ടുകയെന്ന് അറിയില്ലല്ലോ, അപ്പോൾ ഞാൻ എടുത്ത് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഡിഷ് വാഷറിൽ വെക്കാത്ത കുറച്ച് ഒരു ഫ്ലാസ്ക് കാര്യമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ടോ. സിങ്കത്തെ ഫോസറ്റ് മാറ്റേണ്ടി വന്നു, അടിയിൽ ചെറുതായിട്ടൊരു പൊട്ട് വന്നു. അപ്പോൾ ഒരു 4 ദിവസം ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു കേട്ടോ, അടിയിൽ ലീക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ പുള്ളി വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ ഫോസറ്റിൻ്റെ ഈ ഹെഡൊന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റിയതാക്കി മാറ്റി കൊടുത്തിട്ടോ. അത് ഞാൻ അൺബോക്സിങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാം കേട്ടോ, ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിട്ടോ. അപ്പോൾ ഫോസറ്റിനെ പറ്റി 1-2 ആൾക്കാർ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ ഫോഴ്സ് വളരെ കുറവാണ്, പിന്നെ നമ്മൾ ബാക്കിൽ പ്രഷർ പമ്പൊക്കെ വെച്ച് കൊടുക്കണം. പ്രഷർ പമ്പ് പെട്ടെന്ന് കംപ്ലൈൻറ്റും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനത് അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എന്താ വെച്ചാൽ എനിക്ക് വുഡൻ കബോർഡ്സ് ആണല്ലോ, അപ്പോൾ അധികമായിട്ട് വെള്ളം കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, പക്ഷേ വീട്ടിൽ വേറെ ആരെങ്കിലും വരുമ്പോഴും സർവൻസ് ആയാലൊക്കെ ശ്രദ്ധിക്കില്ല, അപ്പോൾ കബോർഡൊക്കെ നനയും. അപ്പോൾ അത് വേണ്ടാന്ന് എഴുതിയിട്ട് ഞാൻ അത്ര ഫോഴ്സ് മതി, പാത്രം അങ്ങനെ കൂടുതലായിട്ട് കഴുകണില്ലല്ലോ, ഡിഷ് വാഷർ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കഴുകി യൂസ് ചെയ്യണില്ലല്ലോ എന്ന് എഴുതിയിട്ട് അത് മതിയെന്ന് വിചാരിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു കേട്ടോ. അത് മതിയെന്ന് വിചാരിച്ചായിരുന്നു, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, എനിക്കത് ബുദ്ധിമുട്ടല്ലായിരുന്നു. പക്ഷേ ഡിഷ് വാഷറൊന്നും ഇല്ലാതെ സിങ്കിൽ കണ്ടമാനം പാത്രം കഴുകുന്ന ആൾക്കാർക്കൊക്കെ ആ ഫോസറ്റ് തീരെ സ്യൂട്ടബിൾ അല്ല കേട്ടോ. തീരെ സ്പീഡ് കുറഞ്ഞ വെള്ളം കിട്ടിയിരുന്നത്. ഇതിപ്പോൾ നല്ല സ്പീഡുണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ബേജാറാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹെഡ് ഷവറായിട്ട് വരുന്നത് ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ആമസോണിൽ അത് വാങ്ങുക ചെയ്തത്, ഹെഡ് മാത്രം. ഫോസറ്റ് ഇവിടുന്ന് കോട്ടക്കലിൽ നിന്ന് വാങ്ങുക ചെയ്തത്. ഇപ്പം അടുത്തായിരുന്നു എനിക്ക് കമൻറ്റിൽ കൂടെ ഈ ഫോസറ്റിൻ്റെ ഇത് റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറയാൻ കാരണം. അങ്ങനെ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ ഓരോ ദിവസം ക്ലീൻ ആക്കുമ്പോൾ തുടക്കും. ഒരു ദിവസം ചിമ്മിനീൻ്റെ ഭാഗമാണെങ്കിൽ ഒരു ദിവസം മേലെ കബോർഡിൻ്റെ ഡോറൊക്കെ തുറക്കും. ഇതൊക്കെ എന്നും ചെയ്യണ പണിയൊന്നും അല്ല കേട്ടോ. എപ്പോഴാണോ എനിക്ക് ചെയ്യണം എന്നിങ്ങനെ എനിക്കിങ്ങനെ കാണുമ്പോൾ ചെയ്യണം തോന്നുന്നതൊക്കെ അങ്ങനെ ചെയ്തിട്ട് ടൈമിനും അനുസരിച്ച് അങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്യുക.
അല്ലാതെ ഈ ഒരു ഏരിയ ഒക്കെ എന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 15 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും ചിമ്മിനീൻ്റെ മുകൾ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട്. അതേപോലെ ഈ ഡോറൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തുടക്കുകയുള്ളൂ. അത് നമുക്ക് എന്താ വൃത്തികേടാവാൻ തുടങ്ങുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഞാൻ തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഈ ഒരു കബോർഡ് നമ്മൾ അടുപ്പിൻ്റെ അടുത്തായതുകൊണ്ട്, ഹോബിൻ്റെ അടുത്തായതുകൊണ്ട് ഒക്കെ ഇങ്ങനെ എണ്ണമെഴുക്കൊക്കെ പോയി പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതേപോലെ ടീ, കോഫി, ഷുഗറിൻ്റെ ഈ കണ്ടെയ്നേഴ്സൊക്കെ പിടിച്ച പാടൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കും കേട്ടോ. വാച്ചിൽ ബാറ്ററി ഇല്ല കേട്ടോ. എന്നും വിചാരിക്കും ബാറ്ററിക്ക് പറയണമെന്ന്, മറന്നു പോകും. അങ്ങനെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ ലൈനർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് എടുക്കാനും ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. സ്റ്റെയിനൊന്നും പിടിക്കൂല. പിന്നെ അതുമല്ല, നമ്മൾ ഈ സെറാമിക്കിൻ്റെ പോട്ടൊക്കെ വെക്കുമ്പോൾ സ്ക്രാച്ച് വരുമല്ലോ, അങ്ങനെ വെച്ച് നീക്കുമ്പോൾ അതൊന്നും വരില്ല കേട്ടോ. ഈ ഒരു ലൈനർ ഇടുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കിച്ചൺ കബോർഡിൻ്റെ ഉള്ളിൽ ഈ ലൈനേഴ്സ് കട്ട് ചെയ്ത് വിരിക്കുക എന്ന് പറയുന്നത് നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും അതും വരില്ല. നമുക്ക് മാറ്റണമെങ്കിൽ പറ്റെടുക്കാവുമ്പോൾ അങ്ങനെ മാറ്റി കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ പെട്ടെന്നൊന്നും അഴുക്കാവില്ല കേട്ടോ. ഒരു സിലിക്കോൺ ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ സ്റ്റിക്കായിട്ട് കിടന്നോളും, നീങ്ങി വരിക ഒന്നും ചെയ്യൂല. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കബോർഡ്സിൻ്റെ ഉള്ളിൽ ഈ ലൈനർ ഇടുക എന്ന് പറയുന്നത്. പിന്നെ പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ വളരെ നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനാണ് ഉഴപ്പണത്. എപ്പോഴും വിചാരിക്കും തുടർച്ചയായിട്ടൊക്കെ വീഡിയോ ഇടണമെന്ന്. അങ്ങനെ എന്നാണോ വിചാരിച്ചത് അപ്പോൾ എന്തെങ്കിലും സ്റ്റക്കാവും കേട്ടോ, എന്തെങ്കിലുമൊക്കെ മുടക്കുണ്ടാവും. പിന്നെ ഇവിടെ കാക്കാൻ്റെ മോളെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു 15 ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെ ആയിരുന്നു. പർച്ചേസിങ്ങും പിന്നെ പെൺകുട്ടികളെ കല്യാണം ആകുമ്പോൾ പല പല പരിപാടികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും അതൊന്നും എന്താ വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ. എനിക്കൊരാളെ പ്രൈവസിയിൽ കയറി കൈ കടത്താന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. നമ്മളൊരു പരിപാടിയൊക്കെ ആകുമ്പോൾ അതിലൊരു 10 ആളോ 15 ആളോ ഒക്കെ നമ്മളെ വീഡിയോയിൽ വരികയാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടമുണ്ടാവണം എന്നില്ല കേട്ടോ. അവരുടെ പ്രൈവസിനെ ഭയങ്കരമായിട്ട് ബാധിക്കണ കാര്യമായിരിക്കും. അപ്പോൾ നമ്മളത് അതൊരു വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ അവർക്കത് കംഫർട്ടബിൾ കുറവാണെങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ഞാനതൊന്നും കാണിക്കാത്തത്. വീട്ടിലെ ഫങ്ഷൻസ് ഒന്നും കാണിക്കാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ലോകം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടെന്ന് നിങ്ങൾ കമൻറ്റും അതിൽ കൂടെ വരുന്ന സംശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവാറുണ്ട് എന്നുള്ളത്. ഇത് പിന്നെ ഞാൻ കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങിയതായിരുന്നു കേട്ടോ. നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ഒരു ഹാൻഡിൽ വരുന്നൊരു കണ്ടെയ്നർ ഉണ്ടല്ലോ, ഗ്ലാസിൻ്റെ കണ്ടെയ്നർ, അത് വാങ്ങിയതായിരുന്നു. ഞാൻ മെയിനായിട്ട് വലിയ കണ്ടെയ്നറിൽ ഇടാറുള്ളത് മല്ലി, മുളക്, മഞ്ഞൾ ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് വുഡൻ ബാമ്പു ലിഡുള്ള ടിന്നിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ലിഡിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊരു ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട്. ടിന്ന് വേറെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനതൊക്കെ അവിടേക്ക് വേറെ വാങ്ങിയിട്ട് ഇത് അങ്ങോട്ട് ഉള്ളിലേക്ക് വെക്കണ നമ്മുടെ ടോൾ യൂണിറ്റിൽ സാധനങ്ങൾ വെക്കാറുണ്ടല്ലോ. അപ്പോൾ ഗരം മസാല ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വാങ്ങണമായിരുന്നു. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് ഇത് നമ്മൾ മസാല ഒക്കെ വെക്കുന്നിടത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. നല്ല ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ്. 3 800 സംതിങ് ആണ് ആയത് കേട്ടോ. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം വില എന്താണെന്നും വാങ്ങേണ്ടവർക്ക് വാങ്ങും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വെക്കട്ടെ, ഡിഷ് വാഷറിൽ വെക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ കറണ്ട് ഇല്ലല്ലോ, എപ്പോഴും എനിക്ക് കിട്ടുക അറിയില്ല. സമാധാനത്തിൽ ഇത് മസാലകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ആ ഒരു ഡ്രോയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട്. അത് എപ്പോഴാണ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എപ്പോഴാണോ മൂഡ് അപ്പോഴായിരിക്കും ചെയ്യാട്ടോ. അധികം ഞാനിങ്ങനത്തെ കാര്യങ്ങൾ രാവിലെ തന്നെ ഉണ്ടോ ചെയ്യുക. രാവിലെ കിച്ചണിലുള്ള സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദോശ ചുടുന്ന ഇടയിൽ കൂടിയാണ് ഞാൻ അപ്പുറത്തെ ആ ഒരു ഭാഗം നന്നാക്കിയെടുത്തത്. അതേപോലെ തന്നെയാണ് ചെയ്യട്ടെ. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കൂടെയൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ ക്ലീനിങ്ങുകളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മടുപ്പില്ല. കിച്ചണിൽ നിൽക്കുന്ന സമയം അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം നിന്നാൽ മതിയല്ലോ. മറ്റേത് അതിനായിട്ട് വേറെ സമയം കണ്ടെത്തുമ്പോൾ ഒരുപാട് സമയം നമ്മൾ കിച്ചണിൽ ചിലവഴിക്കേണ്ട വരില്ലേ. അപ്പം അങ്ങനെയാണ് ചെയ്യട്ടെ. ചിലർക്കത് പറ്റുണ്ടാവില്ല. എന്താ പണി ചെയ്യണത് അതിന് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. മൾട്ടി കാര്യങ്ങൾ ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എനിക്കതൊരു പ്രശ്നമല്ല. എനിക്ക് അങ്ങനെ ശീലിച്ചതാണ്. ഒരു പണീൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു മണിക്കൂർ നിൽക്കുന്ന ഫുള്ള് ഞാൻ യൂട്ടിലൈസ് ചെയ്യും.
അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ നിൽക്കേണ്ടി വരും. പിന്നെ ഇതാ ഈ ഒരു കുർത്തി ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയതാട്ടോ. നല്ല കോട്ടനാണ്, സോഫ്റ്റ് കോട്ടൺ അല്ല, കുറച്ച് ഒരു എന്താ പറയുക, നമ്മൾ കതർ പോലത്തെ ഒക്കെ ഒരു കോട്ടൺ ഉണ്ടല്ലോ, കുറച്ച് ബലത്തിൽ നിൽക്കണ കുറച്ച് കട്ടിയുള്ള ടൈപ്പിലുള്ള കോട്ടൺ. എന്താണ് ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല. അതാണ് കേട്ടോ, ലിനൻ കോട്ടൺ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു കോട്ടനാണ്. നല്ല വീതിയുള്ള പാൻറ്റും നല്ല ഇറക്കമുള്ള പാൻറ്റൊക്കെയാണ്. ഞാനൊരു സൈസ് കൂടുതലാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വ്ളോഗിലൂടെ കാണുന്നവരെയും ബൈ, അസ്സലാമു അലൈക്കും.